ഞാൻ കഴിയുന്നത് ആളെ കേൾപ്പിക്കില്ല. ഞാൻ അതുപോലെ 8 മാറ്റാൻ ഫ്രണ്ടിൽ മാർക്ക് വെച്ചോണ്ട് തന്നെ സ്വർഗഭാഗ്യം എത്രയോ സ്വർഗഭാഗ്യം എത്രയോ ഭാഗ്യമോട്ടും തോറുമേനികാശേറുന്നേ ഭാഗ്യമോട്ടും തോറുമേനികാശേറുന്നേ മുൻപേ ഭാഗ്യമേറിയോ പോയിടുന്നു ഭാഗ്യമേറിയുള്ള കാഷ്ടാദകൾ നീവി സ്വസ്ഥരായ മണ്ണിലുള്ള കാഷ്ടാദകൾ നീവി സ്വസ്ഥരായ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആക്കുവാൻ നീക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആക്കുവാൻ നീക്കാം ഭാഗ്യമോർക്കും തോറുമേ ഭാഗ്യമോർക്കും തോറുമേ പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ഇവിടെ വെച്ച് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻദാസൻ സ്റ്റീഫൻ ജേക്കബ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രത്യേക സന്ദർഭത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവിൽ പ്രത്യാശയോടെ ജീവിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്തൃദാസിയുടെ മധുശരീരവുമായി ഈ സമയത്തെ ഒരു യോളം എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ സമയത്തെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ അഭിഷിക്തന്മാരെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം ബലപ്പെടുത്തണമേ. സർവാശ്വാസത്തിന്റെ ഉറവിടമായ ദൈവമേ, ദുഃഖിതരെ ദൈവം ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഇതുവരെയും രക്ഷയുടെ നിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ അവസാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ കർത്താവിന്റെ ആത്മാവരോട് എവിടെയും സംസാരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ നടന്ന് ദൈവനാമത്തിൽ കൂടെ മഹത്വമെടുക്കുവാൻ സർവശക്തനായ ആദ്യോടെ അവസാനം പരിശുദ്ധാത്മാവ് ഭരിച്ച് നടത്തണം. പുത്രനെ മഹത്വമെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെമിത്തേരിയിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വൈകുന്നേരം മുതൽ ഈ ശുശ്രൂഷകൾ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. വളരെ വേഗത്തിൽ പരിമിതമായ സമയത്തിനുള്ളിൽ ഇവിടെ വെച്ച് ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ കർത്താവിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ഇതിൽ സംബന്ധിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ പ്രത്യേക ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ന്യൂജാ ദേവസ്വയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്പിച്ചാൻ ഭവനത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവ ശുശ്രൂഷ നിവർത്തിപ്പാൻ ഇടയായി. ശേഷം ഇവിടെയുള്ളതായിരിക്കും ശുശ്രൂഷയും അദ്ദേഹം തന്നെ നിവർത്തിക്കുന്നതായിരിക്കും. തുടർന്നുള്ള ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ കർത്താവിന്റെ ദാസനെ
ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇനി ഒരു ശുശ്രൂഷയും ബാക്കിയില്ല. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് മടങ്ങി വരുമ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ട് ഒരിക്കലും പിരിയാതെ എന്നും എന്നേക്കും ജീവിക്കും. ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഈ ശരീരം ഒരിക്കലും ദൈവരാജ്യത്തിൽ പോവുകയല്ല. ഇത് ഇവിടെ നിന്നെടുത്ത ഭൗതിക കൂടാരമാ. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയുള്ളൂ. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാലത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവരക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമാത മർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമാത മർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം ഒടുക്കത്തെ ശത്രുവാ. അത് എന്നേക്കുമായിട്ട് കടന്നുപോയി. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 21:3 മുതൽ. സിംഹാസനത്തിൽ നിന്നുള്ള ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവരവന്റെ ജനമായിരിക്കും. ദൈവത്താൻ അവരുടെ കണ്ണിൽ നിന്ന് ദൈവമായി അവരോട് ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. ഇനി മരണം ഉണ്ടാകുകയില്ല. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം കടന്നുപോയി. ഈ പ്രിയപ്പെട്ട സഹോദരി ഇമ്മങ്ങളുടെ പർദീസായിൽ ദൈവദൂതന്മാരോടൊപ്പം വിശ്രമിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ ദുഃഖങ്ങളൊന്നും കാണുന്നില്ല. കുഞ്ഞുങ്ങളെ ഒട്ടും താമസിയാതെ കാഹളം ധ്വനിക്കും. സംഭവങ്ങൾ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കാഹളം ധ്വനിക്കുമോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണാൻ പോവുകയാണ്. എത്രയും വേഗം നോഹയുടെ കാലം പോലെ തന്നെ അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ലോക സംഭവങ്ങൾ, ചുറ്റുപാടുകൾ, പ്രവചന നിറവേറലുകൾ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കാഹളം ധ്വനിക്കാറായി. മരിച്ചവർ ഉയർക്കാറായി. ഇസ്രായേലിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് അവരുടെ യഥാസ്ഥാനം മരിച്ചവരുടെ പുനരുത്ഥാനമല്ലാതെ മറ്റെന്താകും? അവരുടെ യഥാസ്ഥാപനം കഴിഞ്ഞു. ഇനി മരിച്ചവരുടെ പുനരുത്ഥാനം എത്രയും വേഗം നടക്കും. നമുക്കതിനായിട്ട് ഒരുങ്ങാം. 20-ാം അധ്യായം വെളിപ്പാട് 20:15 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും വായിച്ചേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. പഞ്ചായത്തിൽ പേരുണ്ട്, പള്ളിയിൽ പേരുണ്ട്, മുനിസിപ്പാലിറ്റി പേരുണ്ട്, ആശുപത്രിയിൽ പേരുണ്ട്, കള്ളുഷാപ്പിൽ പേരുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പേരുണ്ട്. ജീവന്റെ പുസ്തകത്തിലുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ പേരെ അവിടെ കാണത്തുള്ളൂ. ഈ പ്രിയപ്പെട്ടവരുടെ പേരവിടെ ഉണ്ട്. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ ഈ നരകത്തിൽ, അഗ്നി നരകത്തിൽ തള്ളിയിടും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19, 20, 21 വാക്യം വായിക്കാം. നിലത്ത് നിന്ന് എടുത്തിരിക്കുന്നു. നിലത്ത് നിന്ന് സർവശക്തനായ ദൈവം മനുഷ്യനോട് പറഞ്ഞതാ, മനുഷ്യ നിലത്ത് നിന്ന് തന്നെ എടുത്തിരിക്കുന്നു. അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. ഈ കഴിഞ്ഞ 60-ൽ പരം വർഷം കഷ്ടപ്പാടും കുഞ്ഞുങ്ങളെ വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി വിശർത്തു. എന്നാൽ ഇതെല്ലാം തീർന്ന് താൻ വിശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. പൊടിയാകുന്നു,
പൊടിയിൽ തിരികെ ചേരും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യം. പ്രിയപ്പെട്ട സഹോദരിയോട്, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. കർത്താവിന് വേണ്ടി ഇന്ന് ജീവിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, ചെലവിടുന്നവർ തങ്ങളുടെ പ്രതിഫലം മേടിക്കാൻ, ഓഹരി മേടിക്കാൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നദിയോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ മാതാവിന്റെ ഭൗതിക ശരീരവുമായി ഈ സെമിത്തേരിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കഴിഞ്ഞ 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഏറെ വർഷങ്ങൾ നിന്നെ സേവിച്ച് നിന്റെ കൃപ അനുഭവിപ്പാൻ നിന്റെ ദാസിക്ക് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. താൻ മാത്രമല്ല തന്റെ കുടുംബവും ദൈവത്തെ സേവിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവെ നയിക്കുവാൻ കൊണ്ട് നിന്റെ ദാസിയെ നീ കരങ്ങൾ ഉപയോഗിച്ചല്ലോ. കർത്താവെ, ആത്മികമായി ഏറെ നല്ലത് നിന്റെ മകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. ആ ഓർമ്മകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന കർത്താവെ, തന്റെ വേർപാട് ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനയുള്ളതാണെങ്കിലും കർത്താവെ സ്തോത്രം, നിന്റെ സന്നിധിയിൽ താൻ സന്തോഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ആനന്ദിക്കുന്നു. താമസമിന കാഹളം ധ്വനിക്കും. അനേക വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് വരുന്ന ആ സുദിനത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആ നാളുകൾ കർത്താവിനോടുകൂടെ ഒപ്പമായിരിക്കാൻ ഞങ്ങളും യോഗ്യരാകേണ്ടതിന് ഒരുക്കപ്പെട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുമോച്ചാനെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും ദൈവസഭയെയും കർത്താവ് ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ എത്രത്തോളം നിന്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തിയല്ലോ. അതിനായി നിന്റെ ദാസനെ പ്രാപ്തീകരിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സകല ബഹുമാനവും ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. സമാധാനത്തിന് എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നീ പൊടിയാകുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരുക. പ്രൈസ് ദി ലോർഡ്. താണോ തലോണി എടുക്കണം, വെച്ചാൽ മൂടും. നിത്യമാം പ്രഭാത യുഗാന്ത്യകാലത്തിൽ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ രക്ഷാപ്പെട്ടോരക്കേറെ കൂടിയാകാശി വിളിക്കും നേരം കാണും നേരം
സർവാശ്വസത്തിന്റെ ദൈവമായ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ദാസിയുടെ ഭൗതിക ശരീരം കഥാവെ സംസ്കരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അമ്മേ ഞങ്ങൾക്ക് കൂടി വന്ന സീറ്റയിലേക്കായിരുന്ന സമയങ്ങളൊക്കെയും കടന്ന ശുശ്രൂഷയെല്ലാം ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന് കഥാവിന്റെ നാമം മഹത്വമെടുക്കത്തങ്ങൾ കഥാവ് പ്രവർത്തിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷ പ്രിയ കുഞ്ഞുച്ചാരെ ഞങ്ങൾ ഒരു നിമിഷങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ ഉള്ളത്തിൽ കുറിയ ദൈവിക പ്രത്യാശയ്ക്കായി നന്ദിയോടെ കഥാവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഉറപ്പും ധൈര്യമുള്ളവരാം ഇതിനോട് സഹായിക്കണം. കഥാവെ വിശേഷ കുഞ്ഞുങ്ങളെ 3 പേരെയും കുടുംബസ്ഥരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കഥാവോട് ധൈര്യപ്പെടുത്തുകയും അവരെ കഥാവയോട് പ്രത്യാശ മാർഗം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കഥാവിന്റെ സ്ഥാനത്ത് അവരെ സൂക്ഷിക്കും. കഥാവിന്റെ കൃപയിൽ മറയ്ക്കും ദൈവദാസന്മാരെ അവിടുന്ന് കഥാവിടുത്തെ ശക്തമായി ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി കൂടി വന്ന ബന്ധുമിറ്റാരികൾ ചർച്ചക്കെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ പ്രത്യാശയിൽ യാത്ര ചെയ്യുവാൻ ഓരോരുത്തരെയും ഇവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. കത്തോളം ശിശുവിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരുടെ പ്രാർത്ഥന എല്ലാ കാര്യങ്ങളോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പ്രിയപ്പെട്ടവരോട് ഇന്നുമേക്ക് കഥാവിന് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, വളരെ ശാന്തതയോടും ദൈവ സാന്നിധ്യ ബോധത്തോടും ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ശുശ്രൂഷിച്ച ദൈവദാസന്മാരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഒരു സ്നാക്ക് അതുപോലെ ചായ ഒരുക്കിയിട്ടുണ്ട്. അതിൽ കൂടെ സംബന്ധിക്കുകയും അവർക്ക് പോലും ആശിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ചോദിച്ചോട്ട്